ഇന്നെനിക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പറയാനുള്ളത് കേട്ടോ. എത്ര പേര് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരു ചെറിയൊരു കാര്യമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു തുടങ്ങും. ഫോർ എക്സാമ്പിൾ, നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹത്തിനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളിലും അതിൽ നമ്മൾ നന്ദി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഏകദേശം കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഞാൻ എന്തായാലും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതിൻ്റെ ചേഞ്ചസ് എൻ്റെ ലൈഫിൽ നല്ല രീതിയിലുണ്ട്. മാനിഫെസ്റ്റേഷന് ഏറ്റവും നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുക എന്നുള്ളത്. നിങ്ങൾ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കാനായിട്ട് ബെഡിൽ പോകുന്ന ടൈം വരെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നോ ആ കാര്യത്തെക്കുറിച്ചെല്ലാം ആലോചിച്ച് അതിനെല്ലാം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു വൺ ഓഫ് ദി പോപ്പുലർ ആയിട്ടുള്ള ടെക്നിക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ജേർണൽ മെയിൻറ്റെയിൻ ചെയ്താൽ അത്രയും നല്ലത്. ഇനി ജേർണൽ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് നന്ദി, അതായത് ഫോർ ദി സേക്ക് പറയാതെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ഹെൽപ്പ് ചെയ്തവരെയും, ഒരു വസ്തുക്കളായിരുന്നു ഇപ്പം ലിവിങ് തിങ്സ് തന്നെ ആവണമെന്നില്ല, നോൺ ലിവിങ് തിങ്സിനോട് നിങ്ങൾക്ക് താങ്ക്സ് പറയാം. ഇപ്പോൾ രാവിലെ കുളിക്കുന്ന വെള്ളം ഒന്നും വേണ്ട, രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു ശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നമുക്കൊരു പുതിയ ദിവസം കിട്ടുന്നത്. അപ്പം ആ ശ്വാസത്തിന് നന്ദി പറയുക, പുതിയ ദിവസത്തിന് യൂണിവേഴ്സിനോട് നന്ദി പറയാം, അല്ലെങ്കിൽ ഡിവൈൻ എനർജി, നിങ്ങൾ എന്താണോ നിങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തിൽ